ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാടും ലക്ഷദ്വീപും സന്ദർശിക്കും. മറ്റന്നാൾ കേരളത്തിൽ. തമോഗർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ എക്സ്പോസാറ്റ് വിക്ഷേപണം വിജയകരം. ISROയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര കേരളത്തിലെ ഗ്രാമ-നഗര മേഖലകളിൽ പുരോഗമിക്കുന്നു. രാജ്യത്ത് ആഭ്യന്തര വളർച്ചാ നിരക്കിൽ സംസ്ഥാനം മുൻപന്തിയിലെന്ന് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജപ്പാനിൽ ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ്. ഇന്ത്യൻ എംബസി കൺട്രോൾ റൂം തുറന്നു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. വാർത്തകൾ വിശദമായി. പുതുവത്സര ദിനത്തിൽ ISRO PSLV C-58 എക്സ്പോസാറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. ആന്ധ്രാപ്രദേശിൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ രാവിലെ 9:10 വിക്ഷേപണം. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളെ നിരീക്ഷിക്കുക വഴി തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ താരങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുകയാണ് എക്സ്പോസാറ്റിന്റെ ലക്ഷ്യം. ദൌത്യത്തിന്റെ കാലാവധി 5 വർഷമാണ്. തിരുവനന്തപുരം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച വിസാറ്റ് ഉൾപ്പെടെ 10 ചെറു ഉപഗ്രഹങ്ങളും എക്സ്പോസാറ്റിനൊപ്പം വിക്ഷേപിച്ചു. എക്സ്പോസാറ്റ് ഉപഗ്രഹത്തിന്റെ വിജയകരമായ വിക്ഷേപണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ISROയെ അഭിനന്ദിച്ചു. ബഹിരാകാശ മേഖലയിൽ ഇത് ഇന്ത്യയുടെ കഴിവ് വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ പ്രഥമ സൌരോർജ്ജ ദൌത്യമായ ആദിത്യ L1 ഈ മാസം 6-ന് ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ചിയൻ പോയിന്റിൽ എത്തുമെന്ന് ISRO ചെയർമാൻ S. സോമനാഥ്. എക്സ്പോസാറ്റ് വിക്ഷേപണത്തോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദിത്യ L1 സ്ഥാപിക്കാനുള്ള അന്തിമ നീക്കം ശ്രീഹരിക്കോട്ടയിൽ ISRO ഉടൻ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ISROയ്ക്ക് ഈ വർഷം ഏകദേശം 12 മുതൽ 14 വരെ ദൌത്യങ്ങളുണ്ടെന്ന് ശ്രീ സോമനാഥ് പറഞ്ഞു. 2004 ഗഗൻയാൻ ദൌത്യത്തിനായുള്ള തയ്യാറെടുപ്പുകളുടെ വർഷമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. 2025 ഗഗൻയാൻ വിക്ഷേപിക്കുന്നതിന് മുമ്പ് നിരവധി പരീക്ഷണങ്ങൾ നടത്തുമെന്ന് ISRO മേധാവി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. നാളെ ഉച്ചയ്ക്ക് ശേഷം ലക്ഷദ്വീപിലെത്തുന്ന പ്രധാനമന്ത്രി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മറ്റന്നാൾ അദ്ദേഹം കേരളം സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളിലേക്ക്. നാളെ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെത്തുന്ന പ്രധാനമന്ത്രി ഭാരതീദാസൻ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഉച്ചയ്ക്ക് തിരുച്ചിറപ്പള്ളിയിലെ പൊതുപരിപാടിയിൽ വ്യോമയാനം, റെയിൽ, റോഡ്, എണ്ണ, പ്രകൃതിവാതക, ഉന്നത വിദ്യാഭ്യാസ മേഖലകളുമായി ബന്ധപ്പെട്ട 19,850 കോടി രൂപയിലധികം വരുന്ന വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒന്നിലധികം റെയിൽവേ പദ്ധതികളും ശ്രീ മോദി രാജ്യത്തിന് സമർപ്പിക്കും. വൈകിട്ട് ലക്ഷദ്വീപിലെ അഗത്തിയിലെത്തുന്ന അദ്ദേഹം പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യും. മറ്റന്നാൾ കവരത്തിയിൽ വാർത്താവിനിമയം, കുടിവെള്ളം, സൌരോർജ്ജം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെ നിരവധി വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. തുടർന്ന് കവരത്തിയിലെ സൌരോർജ്ജ പ്ലാന്റ് രാജ്യത്തിന് സമർപ്പിക്കും. മറ്റന്നാൾ കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി വൈകിട്ട് തൃശൂരിൽ 2 ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തിലും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പുതുവർഷത്തിൽ ഗിന്നസ് റെക്കോർഡ് നേട്ടവുമായി ഗുജറാത്ത്. ഒരേ സമയം സംസ്ഥാനത്തെ 108 ഇടങ്ങളിൽ സൂര്യനമസ്കാരം നടത്തിയാണ് ഗുജറാത്ത് റെക്കോർഡ് കരസ്ഥമാക്കിയത്. ചരിത്രപ്രസിദ്ധമായ മൊധേരയിലെ സൂര്യക്ഷേത്രത്തിൽ നടന്ന സംസ്ഥാനതല പരിപാടിയിൽ 2500-ലേറെ പേർ സൂര്യനമസ്കാരം ചെയ്തു. ചടങ്ങിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, ആഭ്യന്തരമന്ത്രി ഹർഷ് സാംഘ്വി എന്നിവർ പങ്കെടുത്തു. ഗുജറാത്തിന്റെ ഗിന്നസ് റെക്കോർഡ് നേട്ടത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 108 എന്ന സംഖ്യയ്ക്ക് ഇന്ത്യൻ സംസ്കാരത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി സൂര്യനമസ്കാരത്തെ ദിനചര്യയുടെ ഭാഗമാക്കാനും ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. നമോ ആപ്പിൽ ജൻമൻ സർവേ നടത്താനും കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കിടാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. ജൻമൻ സർവേ എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് അഭിപ്രായങ്ങൾ പങ്കിടണമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു. കൊല്ലത്ത് നീണ്ടകര, ആലപ്പുഴയിൽ ദേവികുളങ്ങര, കോട്ടയം കുറവിലങ്ങാട്, ഇടുക്കിയിലെ ചിന്നക്കനാൽ, മലപ്പുറം വേങ്ങര, കണ്ണമംഗലം എന്നീ പഞ്ചായത്തുകളിലാണ് ബോധവൽക്കരണ പരിപാടി നടന്നത്. തൃശൂർ ജില്ലയിലെ ഗ്രാമീണ മേഖലയിൽ ഇതുവരെ 46 പഞ്ചായത്തുകളിലാണ് പര്യടനം പൂർത്തിയാക്കിയത്. ചാലക്കുടി താലൂക്കിലെ ആതിരപ്പള്ളിയിലാണ് ഇന്ന് വികസന സങ്കല്പയാത്ര എത്തിച്ചേർന്നത്. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി നഗരസഭയിൽ കീഴന്തിമുക്ക്, തലശ്ശേരി ടൌൺ ഹാൾ എന്നിവിടങ്ങളിൽ യാത്ര എത്തിച്ചേർന്നു. രാവിലെ കോളയാട് പഞ്ചായത്തിലും ഉച്ചയ്ക്ക് പാട്യം പഞ്ചായത്തിലും എത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
രാജ്യത്ത് ആഭ്യന്തര വളർച്ചാ നിരക്ക് വർദ്ധിപ്പിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം മുൻപന്തിയിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃക്കാക്കര മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തനതു വരുമാന വർധനയിലും ആഭ്യന്തര ഉൽപാദനത്തിലും പ്രതിശീർഷ വരുമാനത്തിലും സംസ്ഥാനം അഭൂതപൂർവമായ വളർച്ച നേടിയിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നികുതി വരുമാനത്തിലും സംസ്ഥാനത്ത് വർധനയുണ്ടായെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അതേസമയം കേരളത്തിന് ലഭിക്കേണ്ട കേന്ദ്രവിഹിതത്തിലുള്ള ഗണ്യമായ കുറവ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുന്നുവെന്നും ശ്രീ പിണറായി വിജയൻ ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തൃശൂർ ജില്ലയിലെ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാൽ തൃശൂർ താലൂക്ക് പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. 2024 കേരളത്തിലെ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയും ആന്റിബയോട്ടിക് സ്മാർട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. എല്ലാ പഞ്ചായത്തുകളെയും ആന്റിബയോട്ടിക് സാക്ഷര പഞ്ചായത്തുകളാക്കി മാറ്റും. ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയില്ലാത്ത 3 ജില്ലകളിൽ കൂടി ഹബ് ആൻഡ് സ്പോക്ക് മാതൃക വ്യാപിപ്പിക്കും. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെയുള്ള ആന്റിബയോട്ടിക് ഉപയോഗം ഈ വർഷം പൂർണ്ണമായും നിർത്തലാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. മകരവിളക്ക് തീർത്ഥാടനത്തിന് ശബരിമല നട തുറന്ന് ഒരു ദിനം പിന്നിട്ടപ്പോഴേക്കും സന്നിധാനത്ത് തിരക്കേറി. തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ഇടത്താവളത്തിൽ തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് പോലീസ് ടോക്കൺ ഏർപ്പെടുത്തി പിടിച്ചിടുന്നു. അരമണിക്കൂറിൽ 5 വണ്ടികൾ എന്ന ക്രമത്തിലാണ് കടത്തിവിടുന്നത്. മധ്യ ജപ്പാനിൽ വൻ ഭൂകമ്പം. ഭൂകമ്പ മാപിനിയിൽ 7.4 രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് തീരപ്രവിശ്യകളായ ഇഷിഗാവ, നീഗാദ, തോയാമ എന്നിവിടങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകി. വിശദാംശങ്ങളിലേക്ക്. 5 മീറ്റർ വരെ വലിപ്പമുള്ള സുനാമി തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ജപ്പാൻ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 1 മീറ്ററിലധികം വലിപ്പമുള്ള തിരമാലകൾ വാജിമ തീരം തൊട്ടതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ മേഖലയിലെ ആണവ നിലയങ്ങൾക്ക് നിലവിൽ ഭീഷണിയില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഭൂകമ്പത്തെയും സുനാമി മുന്നറിയിപ്പിനെയും തുടർന്ന് ജപ്പാനിലെ ഇന്ത്യൻ പൌരന്മാർക്കായി ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം കൺട്രോൾ റൂം തുറന്നു. അടിയന്തര ഘട്ടങ്ങളിൽ സഹായം ലഭ്യമാകാൻ 0081 80 39 30 1715 0081 80 32 144 722 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ssconsc.tokyo@mea.gov.in offseco.tokyo@mea.gov.in എന്നീ ഇമെയിൽ വിലാസത്തിലും വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെടാം. ഇന്ത്യൻ എംബസി ബന്ധപ്പെട്ട അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രാദേശിക ഭരണകൂടങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനും പൌരന്മാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമബംഗാളിലെ ബാലൂർഘട്ടിൽ നിന്നുള്ള ബാലൂർഘട്ട് സീൽദ എക്സ്പ്രസ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് വെർച്വലായി ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്തെ റെയിൽ വികസന പദ്ധതികൾക്കായി 50,000 കോടി രൂപ റെയിൽവേ നിക്ഷേപിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പശ്ചിമബംഗാളിലെ 98 സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. 2023 ഏപ്രിൽ ഡിസംബർ കാലയളവിൽ മൊത്ത GST സമാഹരണം 12% വാർഷിക വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. മുൻവർഷത്തെ ഇതേ കാലയളവിൽ സമാഹരിച്ച 13.4 ലക്ഷം കോടി രൂപയിൽ നിന്ന് 14.97 ലക്ഷം കോടി രൂപയിലെത്തി. ഡിസംബറിലെ മൊത്തം GST വരുമാനം 1,64,882 രൂപയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 32 പോയിന്റ് ഉയർന്ന് 72,272-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 11 പോയിന്റ് നേട്ടത്തിൽ 21,742-ലുമാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചത്. ഉൽപാദനത്തിലുണ്ടായ ഗണ്യമായ വർധനവ് മൂലം കൽക്കരി മേഖല കഴിഞ്ഞ മാസം 10.9% വളർച്ച രേഖപ്പെടുത്തി. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ നടക്കും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഓസ്ട്രേലിയ 2-0 മുന്നിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാടും ലക്ഷദ്വീപും സന്ദർശിക്കും. മറ്റന്നാൾ കേരളത്തിൽ. തമോഗർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ എക്സ്പോസാറ്റ് വിക്ഷേപണം വിജയകരം. ISROയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര കേരളത്തിലെ ഗ്രാമ നഗര മേഖലകളിൽ പുരോഗമിക്കുന്നു. രാജ്യത്ത് ആഭ്യന്തര വളർച്ചാ നിരക്കിൽ സംസ്ഥാനം മുൻപന്തിയിലെന്ന് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജപ്പാനിൽ ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ്. ഇന്ത്യൻ എംബസി കൺട്രോൾ റൂം തുറന്നു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.